രാഹുൽ മാങ്കുട്ടത്തിലെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും. ഇപ്പോൾ ഈ പറഞ്ഞ പെൺകുട്ടിയെ തുറന്നു പറയാൻ തയ്യാറായ പെൺകുട്ടി എന്തിനങ്ങനെ ചെയ്താൽ നിന്നു എന്നുള്ള രീതിയിൽ ഒരുപാട് കമൻറ്റ്സ്, അവർക്ക് ഒരുപാട് സൈബർ ബുള്ളിങ്, സൈബർ അറ്റാക്കൊക്കെ നേരിടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇഷ്യൂസ്, ഇങ്ങനെയുള്ള സമൂഹത്തിൽ ഈ സ്ത്രീകളോടുള്ളൊരു ആറ്റിറ്റ്യൂഡ്, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം തുറന്നു പറയാൻ തയ്യാറാവുന്നവരോട്, ആ ഇരകളാക്കപ്പെട്ടിരുന്നവരുടെ സമൂഹം കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരേണ്ടതല്ലേ? മാറ്റം വരേണ്ടതാണ്. ആ മാറ്റം ആക്ച്വലി വരേണ്ടത് എനിക്ക് തോന്നിയിട്ടുള്ളത് സമൂഹത്തിൻ്റെ ഏറ്റവും ലൈക്ക് സ്മോളസ്റ്റ് ഫോം ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നാണ്. കാരണം നമ്മളിപ്പോൾ പുറത്ത് പോയിട്ട് ഇപ്പോൾ താൻ പറഞ്ഞ എല്ലാ എക്സാമ്പിൾസും പുറത്ത് നടന്നിട്ടുള്ള സെക്ഷൽ അബ്യൂസിൻ്റെ കാര്യങ്ങളാണ്. വീട്ടിൽ നടക്കുന്ന സെക്ഷൽ അബ്യൂസസ് എത്ര പുറത്ത് വരുന്നുണ്ട് എന്നതാണ് യഥാർത്ഥ ക്വസ്റ്റ്യൻ. അപ്പോൾ എനിക്കൊരിക്കലും തോന്നുന്നില്ല ലൈഫിൽ ഒരു തവണയെങ്കിലും സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടാത്ത പെൺകുട്ടികൾ വളരെ കുറവായിരിക്കും ഏതെങ്കിലുമൊക്കെ രീതിയിൽ. അതിൻ്റെ ഏറ്റവും സാഡസ്റ്റ് ആയിട്ടുള്ള പാട്ട്, അത് ഏറ്റവും കൂടുതൽ അവർ ഫേസ് ചെയ്തിട്ടുള്ളത് വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവിൻ്റെ അടുത്തുനിന്നോ ഫാമിലി മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നോ ആയിരിക്കും. അപ്പോൾ അതവർ തുറന്ന് പറയുന്ന സമയത്ത് അയ്യോ ഇത് പുറത്ത് പറയണ്ട, നാട്ടുകാരറിഞ്ഞ് എന്ത് വിചാരിക്കും, കുടുംബത്തിൽ നമ്മുടെ ഒരു കംഫർട്ട് സോൺ ആ ഒരു ബ്രേക്ക് ആവില്ലെന്നാണ് എല്ലാവരും വെറി ചെയ്യുന്നത്. അപ്പോൾ ഫാമിലിയിൽ നിന്ന് അങ്ങനെ അടിച്ചമർത്തപ്പെടുന്ന തോട്ട്സ് വരുന്ന സമയത്ത് പിന്നെ ഒരിക്കലും വളരെ ഓപ്പൺ ആയിട്ട് ഈ ഒരു കാര്യം അഡ്രസ്സ് ചെയ്യ പെൺകുട്ടികൾ ഭയപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ രാത്രി ഒരു പെൺകുട്ടി പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു ആൺകുട്ടി കയറി പിടിച്ചു എന്ന് പറയുന്ന സമയത്ത് ആദ്യം ചോദിക്കുന്നത് രാത്രി എന്തിനാ പുറത്തിറങ്ങിയത് എന്നാണ്. ആ ആൺകുട്ടിക്ക് എന്ത് റൈറ്റ് ആണുള്ളത് ഏത് സമയത്ത് പുറത്തിറങ്ങിയ പെൺകുട്ടീനെയും പിടിക്കാൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. നമ്മൾ പറയുമ്പം ഈ പെൺകുട്ടികൾ മാത്രമല്ല, വളരെ ബാഡായിട്ട് സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടുന്ന ഒരുപാട് ആൺകുട്ടികളും ഉണ്ട്. ഈ അമീർ ഖാൻ അവതാരകനായിട്ട് വന്നിട്ടില്ല, എനിക്കൊന്ന് സത്യമേവ ജയതേ എന്നുള്ള ഒരു പ്രോഗ്രാമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിലൊരു ആൺകുട്ടി, അവൻ്റെ ഒരു അങ്കിള് ഒരു ചെറിയ ഏജ് മുതൽ അവനെ സെക്ഷലി അബ്യൂസ് ചെയ്ത് ഒരു 10 years വരെ സെക്ഷലി അബ്യൂസ് ചെയ്തൊരു കഥ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആണ്. ഇപ്പോൾ പെൺകുട്ടികൾക്ക് പിന്നെയും സേഫ് അല്ല, ബട്ട് സ്റ്റിൽ അവർക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആൺകുട്ടികളാവുന്ന സമയത്ത് നീ ഒരു ആൺകുട്ടിയല്ലേ, എന്നിട്ടും അവർ നിന്നെ കയറി പിടിച്ചോ, ഇതൊക്കെ നീ ഒരു കാര്യമാക്കണ്ടോ എന്ന് കരുതി അവരുടെ വോയിസസിനെ അവിടെ അടിച്ചമർത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പം സെക്ഷൽ അബ്യൂസ് അത് ആർക്കെതിരെ നടന്നാലും, അതിപ്പോൾ ഏത് ജെൻഡറിനെതിരെ നടന്നാലും അത് റോങ് ആണ്, അത് അഡ്രസ്സ് ചെയ്യപ്പെടണം. എന്തുകൊണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് പോയി, എന്തുകൊണ്ട് നിങ്ങൾ അവിടെ നിന്നു കൊടുത്തു എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം അത് ചെയ്ത ആളുകളാണ് ആദ്യം പ്രതിസ്ഥാനത്ത് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ റോങ് ആയിട്ടുള്ള ഒരുപാട് അലിഗേഷൻസ് വരുന്നു എന്നുള്ളത് കൊണ്ട് റൈറ്റ് ആയിട്ടുള്ളതിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യണം എന്നില്ലല്ലോ. അപ്പോൾ എല്ലാത്തിനെയും സംശയത്തിൻ്റെ കണ്ണോടെ കാണാൻ പറ്റില്ല. ബേസിക് ആയിട്ട് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി ഏത് ജെൻഡറിൽ പെടുന്ന ഒരാളായാലും ഞാൻ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ ഒരു ഇരയുടെ കൂടെ നിൽക്കാനുള്ള, അല്ലെങ്കിൽ അവരോടൊരു എംപത്തറ്റിക് ആവാനുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്.